ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 kg ബ്രോയിലർ ചിക്കനാണ്. ഇതിനായിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ചിക്കനിലോട്ടേക്ക് മസാല ആഡ് ചെയ്യാം. ആദ്യം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാൾട്ട്, പിന്നെ വിനാഗിരി. ഇത് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത്രയും മതി നമ്മുടെ ചിക്കനിലോട്ടേക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ മസാല എല്ലായിടത്തേക്കും തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ മസാല എല്ലായിടത്തും പിടിപ്പിക്കുക. പിന്നെ നല്ലതുപോലെ പിടിപ്പിക്കണം, എല്ലായിടത്തും ആവണം. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം എടുത്ത് നോക്കാം. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലോട്ടേക്ക് എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ചിക്കൻ ഫ്രൈ ആവാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനിലോട്ടേക്കുള്ള മൈദ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം മൈദ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളറായി മാറും. ഇനി നമ്മളൊരു ബോളിൽ ഐസ് വാട്ടർ നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഐസ് വാട്ടറിൽ മുക്കി കൊടുക്കുക. ശേഷം നമ്മളൊരു ബൗളിൽ മൈദ എടുക്കുക. എന്നിട്ട് മൈദയിൽ നല്ലതുപോലെ ചിക്കൻ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മൈദ നന്നായിട്ട് കോട്ട് ചെയ്യണം. മൈദയിൽ നല്ലതുപോലെ ചിക്കൻ കോട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കുടയുക. ശേഷം വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം ചിക്കനെ. ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സെയിം പാറ്റേൺ തന്നെ എല്ലാ ചിക്കനും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഒരു കളറ് ഇങ്ങനെയാവും. ഇനി നമുക്ക് ശേഷം ഫ്രൈഡ് ചിക്കൻ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മളെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക് നല്ല ക്രിസ്പായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നൊരു നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബണ്ണിൻ്റെയും കോഴ്സ്ലോൻ്റെയും മയോണൈസ് ഇതിൻ്റെ എല്ലാ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.